ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് കേട്ടോ. വെജിറ്റേറിയൻസിന് പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാബേജ്, ക്യാപ്സിക്കം, തക്കാളി, പിന്നെ മല്ലിയില. പിന്നെ വേണ്ടത് ഇതിലേക്ക് 2 കോഴിമുട്ട, കുറച്ച് മയോണൈസ്, പിന്നെ കുറച്ച് മൈദയും കേട്ടോ. അപ്പോൾ ഇത്രയാണ്. ഇതുണ്ടാക്കാനായി ഞാനിതാ ഗ്യാസ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. കാബേജ് ഒന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പാകാക്കി എടുക്കാം. ഷവർമയുടെ റോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ബീട്രൂട്ട് അടിക്കുമ്പോൾ ചേർത്ത വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഇതൊന്ന് ചുട്ടെടുക്കണം. അതിന് ഞാൻ ഗ്യാസ് ഓണാക്കി ഒരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഞാനിത് ദോശമാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. റോൾ ഉണ്ടാക്കാനായിട്ടുള്ള ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തീന് നിറച്ച് കൊടുക്കാം കേട്ടോ. അതിനായി ഞാനിവിടെ ഒരു ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യാം കേട്ടോ. അതും ഇതിൻ്റെ മേലെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള തീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. തീനെല്ലാം ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കോഴിമുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കണം കേട്ടോ. എഗ് വൈറ്റ് വേണമെങ്കിൽ മറ്റേ തീനിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇനി ഞാനിതിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ പീസ് കൂടി വെച്ച് കൊടുക്കും. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.